ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലെ ചെടികൾ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ചെടികൾ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. എനിക്ക് ചെടിയുടെ പേരറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പം ഈ ചെടി നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇത് ഏതാണെന്ന്. ഇതൊന്ന് നമ്മുടെ നോർമലി എല്ലാ ചെടിക്കടകളിലും കിട്ടുന്ന പ്ലാന്റാണ്. ഇത് മണി പ്ലാന്റ്. ഇത് നമ്മൾ ഇച്ചിരി കൊണ്ട് നട്ടാൽ മതി. ഒരു ഇച്ചിരിയും കൊണ്ട് ഇതിലൊരു പൊടി നമ്മളെടുത്തിട്ട് കട്ട് ചെയ്ത് ഈ റൂട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പടന്ന് കിടക്കും. ഇതൊരു പോട്ടിൽ വെച്ച ഒരു 4-5 പോട്ടിലേക്ക് നമുക്ക് കിട്ടും. ഇതൊരു ചെടിയാണ്. ഇത് മണി പ്ലാന്റ്. ഇത് നമുക്ക് നമ്മൾ അല്ലാതെ വാങ്ങിക്കുന്ന കുപ്പി, ഡ്രിങ്ക്സിൻ്റെയൊക്കെ കുപ്പിയില്ലേ, ഇതുപോലത്തെ കുപ്പിയില്ലേ, ഇങ്ങനത്തെ കുപ്പികളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോട്ടിൽ വയ്ക്കാം. ഒന്നും വേണ്ട, നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകളിൽ കല്ലിട്ടിട്ട് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ചെയ്താലും നമുക്കിത് ചെയ്യാം. ഇത് ഒരു പ്ലാന്റാണ്. മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റാണ്. അതൊന്ന്. പിന്നെ ഈ ഒരു ചെടിയുണ്ട്. ഇത് നമ്മൾ എവിടെ പറിച്ച് കളയുന്നു അവിടെ വേണേലും കിളിക്കും. ഇത് കണ്ടോ? ഇത് കണ്ടാലും കണ്ടോ, ഇതിങ്ങനെ ബബിൾസ് പോലെ ഇരിക്കും. ഇതിങ്ങനെ നന്നായിട്ട് കിളിക്കും കേട്ടോ. പക്ഷെ ഇത് തൊട്ടാലങ്ങ് പൊട്ടിപ്പോവും കേട്ടോ. എന്താ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ നെയിം അറിയാമോ? എനിക്കൊന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഇത് പണ്ട് സമയത്ത് ചെടി ഉള്ളപ്പം കുറേ ചെടി ഇതിൻ്റെ വാങ്ങിച്ചു. ഇത് കുറച്ചങ്ങ് നശിച്ചു പോയി. ഇതെവിടെയോ ഇങ്ങനെ ചപ്പ് വാരി കൂട്ടി കളഞ്ഞ വഴിക്ക് കിട്ടി. അതിൽ നിന്ന് പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെയും ഒന്നേന്ന് തുടങ്ങി വളർത്തിയ ചെടിയായത് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ പേര് ആക്ച്വലി അറിയത്തില്ല. ഇതിനൊരു പ്രത്യേക മണമാണ്. ഇതിന് നല്ല മണവുമാണ് ഈ ചെടിയുടെ. ഇതിങ്ങനെ ഇങ്ങനെ ഇലയിൽ നല്ല മണം കണ്ടോ. ഇതാണ് ഒരു ചെടി. ഇത് നിങ്ങൾക്ക് എളുപ്പം വളർത്താൻ പറ്റും. ഇതിങ്ങനെ ഇതെങ്ങോട്ട് പടരുന്നോ അങ്ങനെ പടന്ന് പോകും. ഇച്ചിരി വെള്ളം മതി, ഡെയിലി വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ ഒരു പ്ലാന്റാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെടി വേണം, വലിയ എക്സ്പെൻസീവ് അല്ല. കുറച്ച് ചെടികളെ കൊണ്ട് നമുക്ക് പോട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന സൈസിലെ ചെടികളാണ് ഇത്. അപ്പം നിങ്ങൾക്ക് നോക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാം. വലിയ വിലയില്ലാണ്ട് ചെടി വാങ്ങിച്ചിട്ട് വീട് നിറച്ചും ഇൻഡോറും ഔട്ട്ഡോറും അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി നെക്സ്റ്റ് ഡേയിൽ വേറെ ടോപ്പിക്ക്. ബൈ.